കൊച്ചിയിലെ സ്വകാര്യ സ്ഥാപനത്തിൽ ജോലിക്കാരെ പീഡിപ്പിക്കുന്നതായി പുറത്തുവന്ന വീഡിയോ തൊഴിൽ പീഡനമല്ലെന്ന് യുവാവ് മൊഴി നൽകി. വ്യക്തിവൈരാഗ്യം തീർക്കാൻ ചമച്ചുതെന്ന ദൃശ്യങ്ങളിലുള്ള യുവാവിന്റെ മൊഴി മാനേജർമാരായിരുന്ന രണ്ടുപേർ സ്ഥാപനത്തിൽ പുതുതായി എത്തിയ തന്നെ ഉപയോഗിച്ച് ചിത്രീകരിച്ചെന്നാണ് യുവാവിന്റെ മൊഴിയുള്ളത്. വ്യത്യസ്ത മൊഴികളുടെ പശ്ചാത്തലത്തിൽ പോലീസും തൊഴിൽ വകുപ്പും വിശദമായ അന്വേഷണത്തിന് ഒരുങ്ങുകയാണ്. ഇത് തൊഴിൽപരമായ പീഡനം കാര്യങ്ങളൊന്നുമല്ല, മെയിനായിട്ട് ടാർഗറ്റ് കാര്യങ്ങളൊന്നുമില്ല. ഇത് ചുമ്മാ വ്യക്തിപരമായ മനാഫ് സാറിന് വ്യക്തിപരമായ കാര്യങ്ങൾ ചെയ്യാണ്. അങ്ങനെ സാറിനെ അപകീർത്തിക്കാൻ വേണ്ടി സാധനം. പിന്നെ നമ്മളെ മാന്യമായിട്ട് നമ്മുടെ കുടുംബത്തെ ഇത് വീട്ടുകാർ മൊത്തം അല്ലെങ്കിൽ പ്രശ്നം ഉണ്ടാക്കാതെ മാന്യമായിട്ടുള്ള രീതിയിൽ വീഡിയോ പ്രചരിപ്പിക്കുക. നമ്മുടെ ഫാമിലിയാണ്, ഫാമിലി ഫ്രണ്ട്സ് മൊത്തം ഇത് അറിഞ്ഞുള്ള പ്രശ്നമാണ്. നിങ്ങളത് മനസ്സിലാക്കുക. മെയിനായിട്ട് സത്യം മനസ്സിലാക്കിയിട്ട് മാത്രം വീഡിയോ ചെയ്യുക മെയിനായിട്ട്. ഞാൻ വന്നിട്ട് കുറച്ച് മാസങ്ങളായി. ഇതുവരെ എനിക്ക് ഇതുപോലൊരു അനുഭവം ഒന്നും കാര്യങ്ങളൊന്നുമില്ല. ഞങ്ങളിവിടെ സേഫായിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. ഞങ്ങളുടെ ഹോസ്റ്റലിലാണെങ്കിൽ ഞങ്ങളുടെ വർക്കിലാണെങ്കിൽ ഞങ്ങൾ കംഫർട്ടാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് സാറിനെതിരെ ഒരു പരാതിയില്ല. ഇപ്പോൾ വന്ന ഈ ന്യൂസും ഇതിന് മുന്നേ ഞങ്ങളുടെ സാറിന് വന്ന ഒരു പരാതി, ഒരു ലേഡിയുടെ പരാതി, അത് രണ്ടും ഫേക്കായിട്ടുള്ള ന്യൂസാണ്. ഞങ്ങളുടെ സ്ഥാപനത്തിൽ ഇത്തരത്തിലുള്ളൊരു പ്രവൃത്തിയില്ല, ഒന്നുമില്ല. ഞങ്ങളിവിടെ സേഫായിട്ട് നിൽക്കുക, നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഞങ്ങൾക്ക് അതിനുള്ള സാലറി കാര്യങ്ങൾ സാറ് തരുന്നുണ്ട്. ഇപ്പം ഞങ്ങളുടെ ആ ഒരു ലേഡിയുടെ പ്രശ്നത്തിൽ സാറ് ഞങ്ങളെ പൂർണ്ണമായിട്ടും വിട്ട് ഇതിൽ നിന്നൊക്കെ ഒഴിവായി പോയി. ഇപ്പം ഞങ്ങളുടെ മാഡമാണ് ഞങ്ങളെ നോക്കുന്നതും കാര്യങ്ങളൊക്കെ. ഇവിടെ 1-2 വർഷം ആയൊന്ന് ഞാനിപ്പോൾ അവിടെ വർക്ക് ചെയ്യുന്നത്. എനിക്കിതുവരെ അങ്ങനത്തെ ഒരു ബാഡ് ബിഹേവിയർ ഉണ്ടായിട്ടില്ല. അതേപോലെ ഇപ്പം ഇവർ പറഞ്ഞതുപോലെ സാലറി എല്ലാം കറക്റ്റായിട്ട് കിട്ടുന്നതുകൊണ്ടാണ് ഇപ്പോഴും ഇവിടെ നിൽക്കുന്നത് തന്നെ. ഇപ്പം 21-23 വയസ്സായ പ്രായപൂർത്തി ആയവർ തന്നെ ഇവിടെ നിൽക്കുന്നത്. ആരെയും കമ്പൽ ചെയ്ത് നിർത്തി അതിനെതിരെ ഇവിടെ നടപടിയെടുക്കാൻ പോലീസുണ്ട്, കാര്യങ്ങളുണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പം ഒന്ന് ആലോചിച്ച് നോക്കി, അത് 1-2 പേര് പറഞ്ഞതിൻ്റെ പേരിൽ ഓരോരുത്തരും ബാക്കിയുള്ളവരെ കൂടെ ബ്ലെയിം ചെയ്യുമ്പോൾ നമ്മുടെ ഒരു ഓപ്പർച്യൂണിറ്റി കൂടി അവിടെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഉണ്ടായിരുന്ന സമയത്തൊക്കെ ഞങ്ങൾക്ക് അതിൻ്റെതായ രീതിക്ക് ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അത് പോയതിന് ശേഷം ശരിക്കും ഇപ്പം നല്ല രീതിക്ക് തന്നെ മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ ഓരോരുത്തരാണ് അതനുസരിച്ച് മുന്നോട്ട് എല്ലാവരും ടീം ബേസ്ഡ് ആയിട്ടാണ് പോകുന്നത്. പ്രദീപ് ജോസഫുണ്ട് വിശദാംശങ്ങളുമായി. പ്രദീപ്, ഈ വാർത്ത വന്ന സമയത്ത് വളരെ മനുഷ്യത്വരഹിതമായ ഒരു ദൃശ്യമാണ് നമ്മുടെ മുൻപിലേക്ക് വരുന്നത്. അവിടെ ഒരു സ്ഥാപനത്തിലെ ഒരു ഉടമ ടാർഗറ്റ് പൂർത്തിയാക്കിയില്ലെങ്കിൽ ചെയ്യുന്ന ക്രൂരതകൾ എന്നുള്ള രീതിയിലാണ് ആ ദൃശ്യങ്ങൾ പ്രചരിക്കുന്നത്. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ നമ്മളോട് സംസാരിക്കാൻ ആളുകൾ തയ്യാറാകുന്നു. അതിൽ പരാതിക്കാരായ 2 പേർ നമ്മളോട് നേരിട്ട് മുഖം പോലും മാസ്ക് ചെയ്യാതെ തന്നെ അവർ നമ്മളോട് കാര്യങ്ങൾ വിശദീകരിക്കുന്നു. പിന്നീടാണ് ഇതിലൊരു ട്വിസ്റ്റ് വരുന്നത്. ഈ കാര്യങ്ങളെല്ലാം മാറുകയാണ്. അതായത് ഇത് ഇവരെ കൊണ്ട് നിർബന്ധിച്ച് ചെയ്യിപ്പിച്ചു എന്നുള്ള തരത്തിലേക്ക് വരുന്നു. ഇപ്പോഴും നമുക്കറിയില്ല സത്യം എന്ത് എന്നുള്ളത്. പോലീസ് എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത്? അനശ്വര, മനസാക്ഷിയെ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങൾ എന്നുള്ള തരത്തിലാണ് ഉച്ചയ്ക്ക് ശേഷം പൊതുവിൽ ഈ ഒരു കാര്യം കൈകാര്യം ചെയ്യപ്പെട്ടത്. അതിൻ്റെ ഒരു ഗൗരവം ഉൾക്കൊണ്ട് തന്നെ മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്ത് തൊഴിൽ വകുപ്പ് ഇടപെട്ടു, പോലീസ് ഇടപെട്ടു. അടിയന്തരമായി സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ തൊഴിൽ മന്ത്രി നിർദ്ദേശിച്ചു. തുടർന്ന് ജില്ലാ ലേബർ ഓഫീസർ സ്ഥലത്തെത്തി. പെരുമ്പാവൂർ പോലീസ് സജീവമായി രംഗത്തെത്തി. ഇതിനിടയിലാണ് ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ആളുകളെ കൂടി വിളിച്ച് മൊഴിയെടുക്കുന്നത്. അത്തരത്തിൽ ഈ ദൃശ്യത്തിൽ കാണുന്ന, അതായത് കഴുത്തിൽ ഒരു തുടരിട്ട് പോലെ നടക്കുന്നതായി ഈ ദൃശ്യത്തിൽ കാണുന്ന ആളാണ് അല്പസമയം മുൻപ് പെരുമ്പാവൂർ പോലീസ് സ്റ്റേഷനിലെത്തി മൊഴി നൽകിയത്. കൂടാതെ ഈ തുടൽ കയ്യിൽ പിടിച്ചിരിക്കുന്ന ആളും മൊഴി നൽകാൻ എത്തിയിരുന്നു. ഇവർ പറഞ്ഞതോടുകൂടിയാണ് ഇതിൽ വലിയൊരു ട്വിസ്റ്റ് ഉണ്ടായിരിക്കുന്നത്. അതായത് ഇവർ പറഞ്ഞത് ഇത് സ്ഥാപനത്തിൻ്റെ മുകൾ തലപ്പത്തുള്ള ജീവനക്കാർ തമ്മിലുള്ള വ്യക്തിവൈരാഗ്യം തീർക്കുന്നതിൻ്റെ ഭാഗമായി ചിത്രീകരിക്കപ്പെട്ട ഒരു വീഡിയോ ആണ് എന്നാണ് ഈ വീഡിയോയിലുള്ള 2 പേർ പെരുമ്പാവൂർ പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്. അതായത് ഏതാണ്ടൊരു 4 മാസം മുൻപാണ് ഈ വീഡിയോ ചിത്രീകരിക്കപ്പെട്ടത്. അന്ന് ഈ വീഡിയോയിൽ കാണുന്നയാൾ ആദ്യമായി ജോലിക്ക് എത്തിയ ഒരു സമയമായിരുന്നു. ഇത്തരത്തിലൊരു വീഡിയോയിൽ അഭിനയിക്കാൻ അല്ലെങ്കിൽ വീഡിയോ പകർത്തണം എന്നാവശ്യപ്പെട്ടു. അങ്ങനെ സമ്മതിച്ചു. പിന്നീട് ഈ സ്ഥാപനത്തിൻ്റെ മുകൾ തലപ്പിലുള്ള 2 പേരെ സ്ഥാപനത്തിൽ നിന്ന് ഏതാണ്ട് പുറത്തു പോകേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ടായി. അങ്ങനെ ഇരിക്കെയാണ് ഈ വീഡിയോ പ്രചരിപ്പിച്ചത് എന്നാണ് ഇപ്പോൾ മൊഴി നൽകിയിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ സംഭവത്തിൻ്റെ യഥാർത്ഥ വശം എന്താണ് എന്നറിയാൻ വേണ്ടി വിശദമായൊരു അന്വേഷണത്തിനാണ് പോലീസും ഒപ്പം തൊഴിൽ വകുപ്പും തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നത്. കാരണം സർക്കാരിനെ പോലും തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട ഒരു വീഡിയോ ആയി ഒരുപക്ഷെ ഇത് മാറിയേക്കാം. അങ്ങനെയെങ്കിൽ ഇതിന് പിന്നിലുള്ള ചേതോ വികാരം എന്താണ്, കാരണങ്ങൾ എന്താണ് എന്നതൊക്കെ അന്വേഷിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. മാത്രമല്ല, വളരെ വ്യാപകമായ തോതിൽ ഈ ഒരു വീഡിയോയ്ക്കെതിരെ പ്രതിഷേധം ഉയർന്നിരുന്നു. യുവജന സംഘടനകളുടെയും മറ്റും നേതൃത്വത്തിൽ ഈ സ്ഥാപനങ്ങളുടെ ഓഫീസിലേക്കും മറ്റും പ്രതിഷേധ പരിപാടികൾ ഒക്കെ നടന്നിരുന്നു. കെൽട്രോ എന്നുള്ള സ്ഥാപനത്തിനെതിരായാണ് ഈ ആക്ഷേപം
പ്രചരിപ്പിക്കപ്പെട്ടത്. ഈ സ്ഥാപനത്തിന്റെ മുതിർന്ന ഉദ്യോഗസ്ഥൻ കീഴ് ജീവനക്കാരെ കൊണ്ട് ക്രൂരമായ രീതിയിൽ കാര്യങ്ങൾ ചെയ്യിപ്പിക്കുന്നു എന്നുള്ള പശ്ചാത്തലത്തിലാണ് ഈ വീഡിയോ അവതരിപ്പിക്കപ്പെട്ടത്. വിവിധ ചർച്ചകളിൽ വിവിധ മാധ്യമങ്ങളോട് ആ സ്ഥാപനത്തിലെ വിവിധ ജോലിക്കാർ പറഞ്ഞതും ഇതൊക്കെ തന്നെയാണ്. അതിക്രൂരമായ പീഡനത്തിന്റെ കഥകളാണ് ഇവരൊക്കെ വെളിപ്പെടുത്തിയത്. അതിനുശേഷമാണ് ഇപ്പോൾ ഇങ്ങനെയൊരു ട്വിസ്റ്റ് ഉണ്ടായിരിക്കുന്നത്. എന്തായിരുന്നാലും നാളെ ഇക്കാര്യത്തിൽ കൂടുതൽ വിശദമായ അന്വേഷണത്തിനാണ് തൊഴിൽ വകുപ്പും പോലീസും തയ്യാറെടുക്കുന്നത്. ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട എല്ലാ ആളുകളെയും, ആ വീഡിയോയിൽ ഉള്ള ആളുകൾ, അത് ചിത്രീകരിച്ച ആളുകൾ, ആ സമയത്ത് ഈ വീഡിയോ ചിത്രീകരിക്കുമ്പോൾ ആ സ്ഥാപനത്തിൽ ഉണ്ടായിരുന്ന ആളുകൾ, ഇവരെ എല്ലാം വിളിച്ചു വരുത്തി മൊഴിയെടുത്ത് അങ്ങനെ അന്വേഷണം പൂർത്തിയാക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. കൂടാതെ ഈ വീഡിയോ ചിത്രീകരണത്തിന് എതിരെ അല്പസമയം മുൻപ് പോലീസ് സ്റ്റേഷനിൽ എത്തിയ യുവാക്കൾ പരാതി നൽകിയിട്ടുമുണ്ട്. അതായത് മനാഫ് എന്ന് പറയുന്ന ഒരാളാണ് ഇത്തരത്തിൽ വീഡിയോ ചിത്രീകരിച്ചത് അല്ലെങ്കിൽ വീഡിയോ പ്രചരിപ്പിച്ചത്. ഇയാൾക്കെതിരെ നടപടി വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പെരുമ്പാവൂർ പോലീസിൽ പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇക്കാര്യങ്ങളിൽ അന്വേഷണം പൂർത്തിയായി എങ്കിൽ മാത്രമേ യഥാർത്ഥത്തിൽ എന്താണ് നടന്നത് എന്ന് വ്യക്തമാവുകയുള്ളൂ. ഇത് ഒരു തൊഴിൽ പീഡനമാണോ അതോ ജീവനക്കാരെ മോട്ടിവേറ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായി അല്ലെങ്കിൽ അവർക്കൊരു പ്രോത്സാഹനം, പ്രചോദനം കൊടുക്കുന്നതിന്റെ ഭാഗമായി മാർക്കറ്റിംഗ് തലത്തിലൊക്കെ കൂടുതൽ നേട്ടങ്ങൾ കൊയ്യുന്നതിന് വേണ്ടി ഏതൊരു സാഹചര്യവും ഏതൊരു കടമ്പയും കടക്കാൻ അവർക്ക് പ്രോത്സാഹനം നൽകുന്നതിന്റെ ഭാഗമായി നടത്തിയ ഒരു ടെസ്റ്റ്, അങ്ങനെ എന്തെങ്കിലുമാണോ? അതും അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ ഇത് നടന്ന ഒരു സംഭവം തന്നെയാണോ? ഈ മൂന്ന് കാര്യങ്ങളിൽ എന്നാണ് സംഭവിച്ചിരിക്കുന്നത് എന്നറിയാൻ വേണ്ടി വിശദമായ അന്വേഷണത്തിനാണ് പോലീസ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. എന്തായിരുന്നാലും നിലവിൽ പൊതുവിൽ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു സാഹചര്യമാണ് ഉള്ളത്. അതായത് ഇത്തരത്തിൽ പീഡനം നടന്നു എന്ന ഒരു വിഭാഗം ആളുകൾ പറയുന്നു. പറഞ്ഞതുപോലെ തന്നെ ഇത് സത്യമാണോ മിഥ്യയാണോ എന്നുള്ളത്, തെറ്റാണോ ശരിയാണോ തെറ്റാണോ എന്നൊക്കെയുള്ളത് പുറത്തേക്ക് വരേണ്ടതുണ്ട്. വിശദമായ അന്വേഷണം നടത്തണം. എങ്ങനെയാണെങ്കിലും ഒരു പ്രതി ഇതിലുണ്ടാകും. കാരണം ഇത് ചിത്രീകരിക്കപ്പെട്ട, അങ്ങനെ ഉണ്ടാക്കിയ വ്യക്തിവൈരാഗ്യം കൊണ്ട് ഉണ്ടാക്കപ്പെട്ട ഒരു വീഡിയോ ആണെങ്കിൽ അത് തെറ്റിദ്ധരിക്കപ്പെട്ടത് ഈ നാട്ടിലെ സംവിധാനങ്ങളെയാണ്, മാധ്യമങ്ങളെയാണ്. ഈ നാട്ടിൽ ഈ വാർത്ത കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മനുഷ്യന്മാരും ഇത് തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. അതല്ലെങ്കിൽ നടന്നത് വളരെ ക്രൂരമായിട്ടുള്ള ഒരു കാര്യമാണ്. എങ്ങനെയാണെങ്കിലും വിശദമായ അന്വേഷണം നടക്കട്ടെ, യഥാർത്ഥ പ്രതികളെ പുറം ലോകത്ത് എത്തിക്കട്ടെ എന്നുള്ളതാണ് പറയാനുള്ളത്. പ്രദീപ് ജോസഫാണ് വിശദാംശങ്ങൾ നൽകിയത്.